കീഴ്വഴക്കത്തിന് എതിരെ രാജീവ് ചന്ദ്രശേഖരന്റെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിത്വത്തിൽ ബി.ജെ.പിയിൽ അതൃപ്തി. നേമത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രഖ്യാപനത്തിൽ ബി.ജെ.പിയിൽ അതൃപ്തി. പാർട്ടിയുടെ കീഴ്വഴക്കത്തിന് എതിരാണ് പ്രഖ്യാപനമെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. സംസ്ഥാന അധ്യക്ഷൻ പാർട്ടിയുടെ രീതികൾ തെറ്റിച്ചു. കേന്ദ്ര പാർലമെന്ററി ബോർഡാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക, വ്യക്തികളല്ല. പാർട്ടിയുടെ രീതികളാണ് പ്രധാനമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ പരാതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥി നിർണയം പോലും പാർട്ടി രീതികൾ അനുസരിച്ചായിരുന്നു നടന്നത്. എന്നിട്ടാണ് രാജീവ് ഇത്തരമൊരു സാഹസം നടത്തിയിരിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ അതൃപ്തിയുള്ളതിനാൽ അധ്യക്ഷന്റെ പ്രഖ്യാപനത്തെ ന്യായീകരിക്കാത്ത നിലപാടാണ് മുതിർന്ന ബി.ജെ.പി. നേതാക്കൾ സ്വീകരിച്ചത്. സംസ്ഥാന നിയമസഭാ ചരിത്രത്തിൽ ബി.ജെ.പി. ആദ്യമായി അക്കൗണ്ട് തുറന്ന നേമത്ത് ഇത്തവണ മത്സരിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. നേമം തനിക്ക് പ്രിയപ്പെട്ട മണ്ഡലമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് ശേഷം ബി.ജെ.പിയുടെ കേന്ദ്ര പാർലമെന്ററി ബോർഡ് പ്രഖ്യാപനം നടത്തുന്നതാണ് ബി.ജെ.പിയിലെ രീതി. എന്നാൽ പതിവ് രീതിക്ക് വിപരീതമായി സംസ്ഥാന അധ്യക്ഷൻ തന്റെ സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു. വിഷയത്തിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കടക്കം കടുത്ത അമർഷമുണ്ട്. പാർട്ടി രീതികൾക്ക് വിരുദ്ധമാണ് പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥി നിർണയം പോലും പാർട്ടി രീതികൾ അനുസരിച്ചാണ് നടന്നത്. പാർട്ടിയുടെ രീതികളാണ് പ്രധാനം, അല്ലാതെ വ്യക്തികളല്ല എന്ന കാര്യം രാജീവ് ചന്ദ്രശേഖർ മറന്നുവെന്നും നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. അതേസമയം രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഭരണം പിടിക്കാൻ വഴിയൊഴുക്കുമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ വാദം. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിച്ച് തോറ്റെങ്കിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞിരുന്നു. അതിനാൽ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ തിരുവനന്തപുരം നഗരസഭാ ഭരണം പിടിക്കാൻ കഴിയുന്ന വിജയം ബി.ജെ.പിക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി ഒരുങ്ങിയെന്ന പ്രതീതി ഉണ്ടാക്കാനും ഈ നീക്കം സഹായിക്കും.